ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഒരു 3:45 കഴിഞ്ഞ ടൈമാട്ടോ. അപ്പം വലിയൊരു ചൂടെന്ന് പറയാനില്ല. സാധാരണ നമ്മൾ ഈ 1 മണി സമയത്തൊക്കെ ഇറങ്ങി ശീലമുള്ളതുകൊണ്ടായിരിക്കും ഈ ഒരു ചൂട് നമുക്ക് വലിയൊരു പ്രശ്നം തോന്നുന്നില്ല. നമ്മൾ പോകുന്നത് കത്തീഫിലേക്കാട്ടോ. അബിക്കുട്ടൻ ബാക്കിൽ അബിക്കുട്ടൻ്റെ പേർഷ്യയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ കത്തീഫിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു പാലസിലാണ്, പണ്ടത്തെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസിലാണ് വന്നേക്കുന്നത്. അവിടെ കുറേ കുഞ്ഞ് ഈന്തപ്പനകൾ ഉണ്ടായിരുന്നേ. 5000 വർഷത്തോളം പഴക്കമുള്ള ഒരു നിർമ്മിതിയാണിത്. വിദേശ ശക്തികളുടെ ആക്രമണത്തെ തടയാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്തെ നമ്മുടെ സൗദിയിലെ രാജാവ് നിർമ്മിച്ച ഒരു സ്പേസ് ആണിത്. റിനോവേഷൻ വർക്കുകൾ നടക്കുക കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്നും അങ്ങനെ കയറാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ കോട്ട എന്നൊക്കെ പറയില്ലേ നമ്മൾ, അപ്പം ആ ഒരു ടൈപ്പ് ബിൽഡിംഗ് ആണ് കേട്ടോ. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, ഒരു അന്തവും കുന്തവും ഇല്ലാതെ ഈ മനുഷ്യൻ ആ കോട്ടയിൽ നിന്ന് ഇറങ്ങിയിട്ട് എവിടെയോ ചെന്ന് നിന്നു. വഴിയില്ല ഇനി പോവാൻ, ഇതിലേക്ക് പോകാൻ വഴിയില്ല. ഫുള്ളും കുറെ ബിൽഡിങ്ങുകൾ മാത്രം. ഞങ്ങളിത് വീണ്ടും തിരിച്ചു പോവുകയാണ്. എവിടെ എത്തുമെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തോ ലക്ഷ്യമാക്കി പോകുന്ന പോലെയാണ് പോക്ക്. കണ്ട സൗദിയുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന തെരുവുകൾ അല്ലേ. അവിടുന്ന് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോകുന്ന വഴി വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് വിൻറ്റേജ് കാറുകൾ കണ്ടു കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചതാണേ. ഹായ്, ആ ബെൻസ് കിടക്കണ കിടപ്പ് കണ്ട എന്താ ഭംഗിയല്ലേ. ഇന്നത്തെ ഇറക്കം ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു യാത്രയായിപ്പോയി. ഞങ്ങളിപ്പോ പോകുന്നത് ഖത്തീഫിലെ ഒരു ബേർഡ് റിസർവിലാണ്. ഗൂഗിൾ മാപ്പ് പറയുന്നു അങ്ങോട്ട് പോവാൻ, പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ വഴിയില്ല. ഞങ്ങൾ പെട്ടു ഗൈസ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഖത്തീഫിലെ ബേർഡ് റിസർവിലാണ്. അവിടെ കയറുന്നതിന് ഒരാൾക്ക് 10 റിയാലായിരുന്നു കേട്ടോ ഫീസ്. ചെന്ന് കയറുമ്പം തന്നെ അവിടെ ഒരു ആമയാണ് ഉണ്ടായിരുന്നത്. എവിടെയോ കണ്ടു മറന്ന ഒരു രംഗം അല്ലേ. അവിടെ ഒരുപാട് പക്ഷികളുണ്ടായിരുന്നു, മുയലുണ്ടായിരുന്നു, അങ്ങനെ തത്തയുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം നമുക്ക് ഫുഡ് കൊടുക്കാനും അതിനെ കയ്യിലെടുക്കാനും എല്ലാം അവിടെ നമുക്ക് പറ്റും. എന്നെ ഞെട്ടിച്ചൊരു കാഴ്ചയാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. അവൻ്റെ അച്ഛൻ്റെ സെയിം ക്യാരക്ടർ. ഒന്നിനെയും പേടിയില്ല എന്ന് മാത്രമല്ല കേട്ടോ, അവൻ ആ മുയലിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നുള്ളതാണ് എന്നെ ഒരുപാട് അതിശയിപ്പിച്ചത്. അങ്ങനെ കുറച്ച് ഏറെ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പക്ഷേ ഇറങ്ങാറായിട്ടും അവൻ്റെ കയ്യിൽ നിന്ന് ഈ മുയലിനെ അവൻ താഴെ വെച്ചിട്ടില്ല. ഈ തത്ത ഞങ്ങൾക്ക് പിടി തരാതിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവസാനം അവനെയും പിടികൂടി കുറച്ച് നേരം കയ്യിലെടുത്ത് ഏട്ടൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് ഫോട്ടോയൊക്കെ എടുത്തു. അതിന് ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ അവിടെ 2 മയിലുണ്ടായിരുന്നു, പിന്നെ കുറച്ച് കോഴികളുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ടർക്കി കോഴികളുണ്ടായിരുന്നു. അങ്ങനെ അതിനെല്ലാം കണ്ട് നമ്മുടെ ഇൻട്രസ്റ്റിംഗ് സ്പോട്ടിലേക്ക് നമ്മൾ തിരിഞ്ഞു. നെക്സ്റ്റ് ആയിരുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പേസ്. എനിക്കല്ല കേട്ടോ, കാരണം എനിക്കിതുങ്ങളെയൊക്കെ പേടിയാണ്. ഏട്ടൻ വളരെ കൂളായിട്ട് എല്ലാത്തിനെയും തോളിൽ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അബിക്കുട്ടൊന്ന് ട്രൈ ചെയ്തു, പക്ഷേ അതിൻ്റെ ചുണ്ടൊക്കെ കണ്ടപ്പോൾ ഒരു ചെറിയൊരു പേടി. അതുമല്ല ഒരെണ്ണം അവൻ്റെ ഷർട്ടിലൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ചു. അപ്പം അവനത് പേടിയായി. ഏട്ടൻ വളരെ കൂളായിട്ടിരിക്കണം നോക്കൂ. പക്ഷെ ഞാൻ ഒന്ന് ട്രൈ ചെയ്യുന്ന നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അവരെന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. ബട്ട് നോ രക്ഷ, ഞാൻ ഓടിക്കളയും. മക്കാവ് എന്നാട്ടോ ഈ ബേർഡിൻ്റെ പേര്. Oh my God guys, എനിക്ക് പക്ഷികളെയും എല്ലാത്തിനെയും ഭയങ്കര പേടിയാണ്. എൻ്റെ കയ്യിൽ വെക്കാൻ നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. ഞാൻ കുതറി ഓടി. ഞാനെന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതാ ഇവിടെ ഒന്ന് ചില്ല് ചെയ്യുന്നു. അവന് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവൻ ചില്ലിങ് മൂഡിലാണ്. ഒന്നും ചെയ്യില്ല എന്നാണ് പറയണ കേട്ടോ. എന്നാലും എനിക്ക് പേടിയാണ്. ഏട്ടന് വെച്ചു. ഫൈനലി നമ്മൾ പോയത് ഖത്തീഫിലെ ഫിഷ് മാർക്കറ്റിലാണ് കേട്ടോ. എൻ്റെ പൊന്നെ, ഇത്രയും വലിയ ഫിഷ് മാർക്കറ്റ് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. പക്ഷേ എല്ലാം വലിയ മീനുകളാണ്. നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്രയും വലിയ മീൻ വാങ്ങിച്ച് ഞങ്ങൾ 3 പേര് എന്ത് ചെയ്യാനാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് കൊഞ്ച് വാങ്ങിച്ചിറങ്ങി. പിന്നെ വരുന്ന വഴി ഞാനും അബിക്കുട്ടനും ഒരു ഷവർമയൊക്കെ വാങ്ങിച്ച് കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ.